യുദ്ധമുഖത്ത് നിന്നും വീണ്ടും സഹായം അഭ്യർത്ഥിച്ച് റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ ചേർന്ന മലയാളി യുവാക്കൾ യുദ്ധമേഖലയിലേക്ക് പോകാൻ പട്ടാളം നിർബന്ധിക്കുന്നതായും തിരികെ വരുമെന്ന പ്രതീക്ഷയില്ലെന്നും യുവാക്കൾ ബന്ധുക്കളെ അറിയിച്ചു. തൃശൂർ സ്വദേശികളായ ബിനിൽ ബാബുവും ജെയിൻ കുര്യനുമാണ് ദുരിതജീവിതം വിശദീകരിക്കുന്ന ശബ്ദ സന്ദേശം അയച്ചത്. തൊഴിൽ തട്ടിപ്പിനിരയായ മലയാളി യുവാക്കൾ യുദ്ധമുഖത്ത് കുടുങ്ങിയിട്ട് 8 മാസത്തിലേറെയായി. ഒപ്പമുണ്ടായിരുന്നവരിൽ ചിലർക്ക് നാട്ടിലേക്ക് രക്ഷപ്പെടാൻ സാധിച്ചതോടെ മോചനം സാധ്യമാകുമെന്ന പ്രതീക്ഷയിലായിരുന്നു ഇവർ. മോചനം കാത്ത് 4 മാസത്തോളം റഷ്യൻ പട്ടാളത്തിന്റെ ഷെൽട്ടർ ക്യാമ്പിൽ കഴിഞ്ഞു. എന്നാൽ അവിടെ നിന്നും വീണ്ടും യുദ്ധമുഖത്തേക്ക് തിരികെ മടങ്ങാൻ സൈന്യം ആവശ്യപ്പെട്ടതോടെ ബിനിലിന്റെയും ജെയിനിന്റെയും പ്രതീക്ഷ അസ്തമിച്ചു. ഒപ്പം നാട്ടിലുള്ള ബന്ധുക്കളുടെയും. നമ്മളൊപ്പമുള്ള റഷ്യക്കാര് വരെ എല്ലാരും കരയാണ്. അവിടെ ആൾക്കാരില്ല. പുതിയ ബറ്റാലിയൻ വരാനുള്ള ടൈം പിടിക്കും. അത് കാരണം കൊണ്ടാണ് നമ്മളിപ്പോ പിന്നുന്ന ആൾക്കാരെ ഫ്രണ്ടിലേക്ക് കയറുന്നത് അവരുടെ അടുത്തേക്ക്. അപ്പൊ 95% അയാള് പറഞ്ഞത് തിരിച്ചു വരുമെന്ന് ഒരു ഉറപ്പുമില്ല. ക്യാമ്പിൽ നിന്ന് യുദ്ധമേഖലയിലേക്ക് പോകാൻ സന്ദേശം ലഭിച്ചതായി ഇരുവരും കഴിഞ്ഞ ദിവസമാണ് ബന്ധുക്കളെ അറിയിച്ചത്. പിന്നാലെ പട്ടാള മേധാവികളുടെ ഉത്തരവും ലഭിച്ചു. സാധ്യമായ എല്ലാ വഴികളിലൂടെയും സഹായം തേടിയെങ്കിലും ബന്ധുക്കളും ഇപ്പോൾ നിസ്സഹായ അവസ്ഥയിലാണ്. എപ്പോഴും വിളിച്ചത് അപ്പോഴും ഒന്നും അങ്ങനെ എന്നോട് അങ്ങനെ ഒന്നും പറയണില്ല. പിന്നെ അങ്ങനെ അറിയണത് 4 പേര് കഴിഞ്ഞ് പിന്നെ 4 പേര് പിന്നെ അധികം ആൾക്കാരൊന്നും ഇവരുടെ അടുത്തില്ലെന്ന് പറയണത്. ഇവരാണ് പറയണത് അവസാനത്തെ 4 പേരെന്ന് പറയുന്നത്. കൂടെയുള്ളവരൊക്കെ അവര് റഷ്യക്കാരെന്നെ ആകെ പേടിച്ച് കരഞ്ഞ് കെട്ടിപ്പിടിക്കല് അങ്ങനെയൊക്കെ ആയിന്ന് പറയുന്നത്. അപ്പൊ ഇവരാനെ എങ്ങനെയെങ്കിലും രക്ഷിക്കുന്നൊക്കെയാണ് പറയുന്നത്. റഷ്യ യുക്രൈൻ യുദ്ധമേഖലയിൽ മോചനം കാത്തുകഴിയുന്ന ബിനിലിന്റെയും ജെയിനിന്റെയും കാര്യത്തിൽ ഇനിയും ഫലപ്രദമായി ഇടപെടാൻ വിദേശകാര്യ മന്ത്രാലയത്തിനും സംസ്ഥാന സർക്കാരിനുമായിട്ടില്ല. ജില്ലാ ഭരണകൂടവും നോർക്കയും പലവട്ടം ഇന്ത്യൻ എംബസിക്കും റഷ്യൻ സർക്കാരിനും കത്തുകൾ കൈമാറി. എന്നാൽ കൂലിപ്പട്ടാളത്തിൽ ചേർന്ന മറ്റുള്ളവരുടെ മോചനം സാധ്യമായിട്ടും ബിനിലിന്റെയും ജെയിനിന്റെയും കാര്യത്തിൽ എന്താണ് സംഭവിച്ചതെന്നതിന് മാത്രം ഇനിയും വ്യക്തമായ ഉത്തരം ലഭ്യമായിട്ടില്ല. ന്യൂസ് മലയാളം, തൃശൂർ.